ജെസ് നേച്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വേനൽ കഠിനമായതോടുകൂടി തന്നെ നമ്മുടെ ചെടികൾക്കൊന്നും ഒരു നേരത്തെ നന കൊണ്ടൊന്നും ഒന്നും ആവുന്നില്ല. ചിലപ്പോൾ നമ്മൾ രാവിലെ നനക്കുന്നവരാണെങ്കിൽ രാവിലെ നനച്ച് വൈകുന്നേരം ആകുമ്പോഴേക്കും ആ ചെടിയെല്ലാം വാടിപ്പോയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ വൈകുന്നേരമാണ് നനക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം വൈകുന്നേരം ആകുമ്പോഴേക്കും ആകെ വാടി തളർന്നിട്ടുണ്ടാവും. അത്രക്കും കഠിനമായ ചൂടാണ് ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും മോശമായ കാലാവസ്ഥ എന്ന് പറയുന്നത്. ചെടികൾക്കൊക്കെ പ്രത്യേകിച്ച് വളരെയധികം മോശമായ കാലാവസ്ഥയാണ്. വളരെയധികം ചൂട് നിറഞ്ഞ ഈ ഒരു സമയം. അപ്പോൾ രണ്ടു നേരം നനക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയൊന്നും ചിലപ്പോൾ എല്ലാ ആളുകൾക്കും ഉണ്ടായിക്കോണമെന്നില്ല. ചിലപ്പോൾ പല ഓഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ രാത്രി വൈകിയൊക്കെ വരുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനത്തെവർക്കൊന്നും രണ്ടു നേരം തന്നെ ചെടികൾക്കൊക്കെ നനച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ തുച്ഛമായ ചെലവിൽ വീട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തുള്ളിനന രീതിയാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. അതായത് ഇതിന് വേണ്ടത് ബഡ്സും അതുപോലെ തന്നെ ഇയർബഡ്സും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിലും മാത്രം മതി. അപ്പോൾ അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ട് അതിൻ്റെ മുകളിലത്തെ ഭാഗം നമ്മളൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു മൂടിയെടുത്ത് മാറ്റേണ്ട, അത് അവിടെ തന്നെ നിൽക്കുന്നതായിരിക്കും നല്ലത്. പ്രാണികളോ കൊതുകുകളോ ഒന്നും വന്ന് മുട്ടയിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് അവിടെ തന്നെ നിലനിർത്തുന്നത്. അതിനുശേഷം അതിൻ്റെ ടോപ്പ് എടുത്തിട്ട് അതിൻ്റെ മൂടി എടുത്തിട്ട് അതിൽ ഇതുപോലെ നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കണം. നമ്മുടെ ബഡ്സ് കയറാൻ പാകത്തിന് മാത്രം, കുറച്ച് ടൈറ്റായ രൂപത്തിൽ കയറാൻ പാകത്തിന് മാത്രം നമ്മളൊരു കത്രികയോ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. നമ്മുടെ ഇപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഷാർപ്പായ കത്രികയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടാക്കിയ ഒരു കമ്പി വെച്ചിട്ട് ഹോൾ ഇട്ട് കൊടുത്താലും മതി. അതിനുശേഷം നമ്മൾ കുറച്ച് ടൈറ്റായ രൂപത്തിൽ ബഡ്സ് കയറുന്ന രീതിയിൽ വേണം നമ്മൾ ആ ഒരു ഹോൾ ഇട്ട് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നല്ല കുറച്ചൊക്കെ ടൈറ്റായ രൂപത്തിൽ നമ്മൾ ഈ ഒരു എയർബഡ്സ് കയറുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു ഹോൾ ഇട്ട് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ബഡ്സ് അതിനകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ അത് സെറ്റ് ചെയ്ത് നിർത്തണം. ആ ഒരു ഭാഗം താഴേക്ക് തൂങ്ങിയിറങ്ങുന്ന രീതിയിൽ വേണം ഇത് സെറ്റ് ചെയ്യാനായിട്ട്. അതിനുശേഷം നമുക്കത് ഈ മൂടി എടുത്തിട്ട് നമ്മൾ ആ ബോട്ടിലിനകത്ത് മൂടിക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ഒരു ബോട്ടിൽ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു കമ്പ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കമ്പ് എടുത്തിട്ട് ഇതിലാണ് നമ്മൾ ഈ ഒരു ഈ ഒരു ബോട്ടിൽ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു കമ്പ് എടുത്തിട്ട് നമ്മൾ ആദ്യം അതിൻ്റെ പുറത്ത് നമ്മൾ ഈ മാസ്കിൻ ടേപ്പ് ചുറ്റി കൊടുക്കണം. നേരിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ചിട്ടാണ് മാസ്കിൻ ടേപ്പ് ചുറ്റി കൊടുക്കുന്നതെങ്കിൽ നമ്മളിതിന് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ആ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇതോടുകൂടി താഴത്തേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ബോട്ടിലിൻ്റെ മുകളിൽ ഇതുപോലെ ടേപ്പ് ചുറ്റി കൊടുക്കുന്നത്. ഇതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ബോട്ടിൽ വെച്ചതിന് ശേഷം മാസ്കിൻ ടേപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗം ഉറച്ച് തന്നെ നിന്നുകൊള്ളും. അതിൽ നിന്ന് ഇറങ്ങി പോരില്ല, ഊർന്ന് പോരില്ല. അങ്ങനെ നമ്മൾ ഈ ഒരു മാസ്കിൻ ടേപ്പ് ചുറ്റിയ കമ്പിൻ്റെ മുകളിൽ ഇനി നമ്മൾ ആ പ്ലാസ്റ്റിക് ബോട്ടിൽ സെറ്റ് ചെയ്യണം. നമ്മൾ ഈ ഒരു ബഡ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ അവിടെ സെറ്റ് ചെയ്ത് ഒട്ടിച്ച് വെക്കാനായിട്ട് പോകണം. ഈ ഒരു മാസ്കിൻ ടേപ്പ് ഉപയോഗിച്ച് തന്നെയാണ് നമ്മളവിടെ ഇത് ഉറപ്പിച്ച് നിർത്തുന്നത്. ഈ ഒരു കമ്പിൻ്റെ മുകളിൽ നമ്മൾ ടേപ്പ് ചുറ്റിയത് കൊണ്ട് തന്നെ ഇത് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഈ ഒരു ബോട്ടിൽ ഊർന്ന് പോരില്ല. അങ്ങനെ ഊർന്ന് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ കമ്പിൻ്റെ മുകളിൽ മാസ്കിൻ ടേപ്പ് ചുറ്റി കൊടുത്തത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇയർബഡ്സ് ഘടിപ്പിച്ച ആ ഒരു ടോപ്പ് നമ്മൾ ഈ ഒരു ബോട്ടിലിൻ്റെ മുകളിൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് തന്നെ അത് ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ഈ മാസ്കിൻ ടേപ്പ് ഉപയോഗിച്ചിട്ട് ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ ഈ 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ തുള്ളി നന വരുന്നത് എന്ന് നമുക്ക് നോക്കി കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾ സെറ്റ് ചെയ്യുന്ന സമയത്തും ഉണ്ടാവുക. അല്ല കുറച്ചുകൂടി ഫ്ലോ ഒക്കെ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ആ ബഡ്സിൽ പിടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കൂടുതലായിട്ട് ഇതുപോലെ തന്നെ ജസ്റ്റ് ഒറ്റി വരുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ 2 നേരമൊക്കെ ചെടികൾക്ക് നനച്ചു കൊടുക്കാനായിട്ട് കഴിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊക്കെ സിമ്പിളായിട്ട് പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്നൊരു എളുപ്പ വഴിയാണ് ഈ ഒരു തുള്ളി നന. കൂടുതൽ നേരം നിൽക്കുകയും ചെയ്യും. വീണ്ടും നമ്മൾ പിറ്റേ ദിവസം വന്നിട്ട് ഈ ഒരു കപ്പിനകത്ത് ഈ ഒരു ബോട്ടിലിനകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും കുറേ നേരം ആ ഒരു വെള്ളം അതിൽ നിന്ന് ഒറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു ദിവസത്തേക്കൊക്കെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു ഭാഗത്ത് വെള്ളം നിറച്ച് കൊടുത്താൽ പിന്നെ ആ ഒരു ഭാഗത്തേക്ക് നോക്കേണ്ട. അപ്പോൾ എല്ലാവർക്കും വീട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തുള്ളി നനയാണ് ഈ ബഡ്സ് ഉപയോഗിച്ചുള്ള തുള്ളി നന. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ.